ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാനാണ് പോകുന്നത്. ഇതിന് നമുക്കറിയാവുന്ന കാര്യം ആക്സിലറേഷൻ A ഈസ് ഈക്വൽ ടു V മൈനസ് U ബൈ T. ഇത് എട്ടാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ ആണ്. V എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, U എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, T മീൻസ് ടൈം. So we know that V is the final velocity, U is the initial velocity, and T is the time in seconds. A is equal to V minus U by T. A means Aയുടെ ഡിനോമിനേറ്റർ എന്തായിരിക്കും? A ഡിവൈഡഡ് ബൈ 1നെയാണ് നമ്മൾ A എന്ന് എഴുതാറുള്ളത് അല്ലേ? അപ്പൊ ഇത് ഇങ്ങനെ എഴുതിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? A ഇൻറ്റു ടി. A ഈ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇസ് ഈക്വൽ ടു V മൈനസ് യുവിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് എന്ത് തന്നെയായിരിക്കും? അതേ സംഖ്യ തന്നെയായിരിക്കും, V മൈനസ് യു തന്നെയായിരിക്കും. സോ AT ഈസ് ഈക്വൽ ടു V മൈനസ് യു. ഇതിൽ നിന്ന് നമുക്ക് V എന്ത് കിട്ടും? V ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ മൈനസ് AT ഇവിടെ ഉണ്ട്. മൈനസ് യു എന്ന ടേമിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. മൈനസ് യു ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? പ്ലസ് യു ആയിരിക്കും അല്ലേ? പ്ലസ് യു. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? AT പ്ലസ് യു ഈസ് ഈക്വൽ ടു V, or we can write V is equal to U plus AT. This is the first equation of motion. First equation of motion. അപ്പൊ ഇത് എങ്ങനെ കിട്ടുന്നത്? A by 1 V minus U by T ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. A into T is equal to V minus U into 1, that is V minus U. AT is equal to V minus U. അപ്പൊ നമുക്ക് V ആണ് ഇക്വേഷനിൽ നിർത്തേണ്ടത്, അതായത് V കാണാനുള്ള ഇക്വേഷൻ ആണ് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് V is equal to AT ഓൾറെഡി ഇവിടെ ഉണ്ട്. ഈ മൈനസ് യുവിനെ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് മാറ്റം ചെയ്യുമ്പോൾ എന്ത് വരും? AT ഈ മൈനസ് യു ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് യു ഇസ് ഈക്വൽ ടു V. അതല്ലെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? V is equal to U plus AT. This is the first equation of motion. പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. ആദ്യം ഗ്രാഫ് പേപ്പർ എടുക്കുക. ഇതൊരു ഗ്രാഫ് ബുക്കാണ്. ഇതിൽ നിറയെ 2 ആക്സിസ് വരയ്ക്കണം. ഇവിടെ 2 ആക്സിസ് വരയ്ക്കണം നമുക്ക്. ഈ ഗ്രാഫ് പേപ്പറിൽ നിറയെ 1 സെന്റിമീറ്റർ നീളവും 1 സെന്റിമീറ്റർ വീതിയുമുള്ള സ്ക്വയേഴ്സ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ലെങ്ത് 1 സെന്റിമീറ്റർ ബ്രെഡ്ത്ത് വീതമുള്ള സ്ക്വയേഴ്സ് ആണ് ഗ്രാഫ് പേപ്പറിലുള്ളത്. 1 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും അതിന്റെ ഏരിയ. ഇങ്ങനെ ഒരുപാട് സ്ക്വയേഴ്സ് ഗ്രാഫ് പേപ്പറിലുണ്ട്. ഓരോ സ്ക്വയറിന്റെയും ലെങ്ത്തും ബ്രെഡ്ത്തും 1 സെന്റിമീറ്റർ ആണ്. ഇനി ഒരു 1 സെന്റിമീറ്ററിനകത്ത് തന്നെ ചെറിയ 10 ലൈൻസ് കൂടെ കാണാം. നമ്മൾ സ്കെയിലിലൊക്കെ 1 സെന്റിമീറ്ററിനെ മില്ലിമീറ്ററുകളായി ഭാഗിച്ച പോലെ ഇവിടെയും മില്ലിമീറ്റേഴ്സ് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ 1 സെന്റിമീറ്ററിനെ 10 ചെറിയ ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 1 അല്ല, 0.2, 0.1, 0.2, 0.3, 0.4, 0.5, 0.6, 0.7, 0.8, 0.9 കഴിഞ്ഞിട്ട് 1 സെന്റിമീറ്റർ. അങ്ങനെ മില്ലിമീറ്റർ കൂടി നമുക്ക് ഇതിൽ മാർക്ക് ചെയ്യാൻ കഴിയും.
ഇനി 2 ആക്സിസ് വരയ്ക്കുകയാണ് വേണ്ടത്. ആദ്യം വരയ്ക്കുന്നത് വെർട്ടിക്കൽ ആക്സിസ് ആയ y ആക്സിസ് ആണ്. അത് ഗ്രാഫ് പേപ്പറിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് വരയ്ക്കാം. ഇനി വരയ്ക്കേണ്ടത് x ആക്സിസ് ആണ്. ഹൊറിസോണ്ടൽ ആക്സിസിനെയാണ് x ആക്സിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ x ആക്സിസ് വരച്ചു. ഈ ആക്സിസിന്റെ പേര് നമ്മൾ അവിടെ എഴുതണം, x ആക്സിസ്. അതുപോലെ വെർട്ടിക്കൽ ആക്സിസിനെ y ആക്സിസ് എന്നും പേര് കൊടുക്കണം. x ആക്സിസ് y ആക്സിസ് രണ്ടും കൂടി ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഒറിജിൻ. ഒറിജിൻ O എന്ന് മാർക്ക് ചെയ്യുക. ഒറിജിനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കുള്ള അളവുകൾ പോസിറ്റീവ് വാല്യൂസ് ആണ് മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓരോ സെന്റിമീറ്ററിലും നമ്മൾ 1, 2, 3, 4 അങ്ങനെ വാല്യൂസ് നമുക്ക് അടയാളപ്പെടുത്താം. നമ്മൾ ഏത് അളവാണോ ആ ആക്സിസിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് വാല്യൂസ് നമുക്ക് എക്സിൽ അടയാളപ്പെടുത്താം. അതുപോലെ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒറിജിൻ 0 ആയിരിക്കും. 0യിൽ നിന്ന് 1 സെന്റിമീറ്റർ കഴിഞ്ഞാൽ അവിടെ പോയിന്റ് മാർക്ക് ചെയ്തു 1. അടുത്തത് 0 മുതൽ ഒറിജിൻ മുതൽ 2 സ്ക്വയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണെങ്കിൽ 2 സെന്റിമീറ്റർ. അപ്പുറത്തേക്ക് 3 സെന്റിമീറ്റർ. ഇവിടെ തൊട്ട് ഒറിജിൻ തൊട്ടിട്ടുള്ള ലെങ്ത് ആണെങ്കിൽ ഇവിടെ 3 സെന്റിമീറ്റർ വരെ. അങ്ങനെ എക്സ് ആക്സിസിൽ നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. എക്സ് ആക്സിസിൽ തന്നെ മൈനസ് വാല്യൂസും മാർക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. മൈനസ് വാല്യൂസ് മാർക്ക് ചെയ്യുന്നത് OX' എന്ന ഭാഗത്തേക്കാണ്, അതായത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. OX' ഒറിജിന്റെ ലെഫ്റ്റ് സൈഡിലാണ് നെഗറ്റീവ് വാല്യൂസ് അടയാളപ്പെടുത്തുന്നത്. OX' എക്സ് ആക്സിസ് തന്നെയാണ്, OXും എക്സ് ആക്സിസ് ആണ്. അപ്പോൾ XX' എന്നതാണ് എക്സ് ആക്സിസ്. ഇതുപോലെ Y ആക്സിസിന്റെ നെഗറ്റീവ് വാല്യൂസ് നമുക്ക് താഴേക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. Y' O കഴിഞ്ഞ് ഡൗൺവേർഡ്സ് ഉള്ള ഭാഗം OY' എന്ന് മാർക്ക് ചെയ്യാം. അങ്ങനെ വാല്യൂസ് നമുക്ക് അവിടെ വെക്കാം. സാധാരണ ഒരു ഗ്രാഫ് വരയ്ക്കുന്നത് അല്ലെങ്കിൽ 2 കാര്യങ്ങൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവ തമ്മിലുള്ള ബന്ധം ഈസിയായി മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത് ടേബിൾ 2.2 പേജ് നമ്പർ 32 ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ടേബിള് ഉള്ള ഗ്രാഫാണ് വരയ്ക്കാൻ പോകുന്നത്. ഇവിടെ എക്സ് ആക്സിസും Y ആക്സിസിലും എടുക്കേണ്ട കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എക്സ് ടൈം സെക്കൻഡ് ആണെന്നും Y പൊസിഷൻ മീറ്റർ ആണെന്നും ടെക്സ്റ്റ് ബുക്കിലെ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഈ ടേബിൾ അനുസരിച്ചുള്ള വാല്യൂസ് ആണ് നമുക്ക് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യേണ്ടത്. എക്സ് ആക്സിസിൽ ടൈം ആണ് എടുക്കേണ്ടത്. ഈ ചാപ്റ്ററിൽ എപ്പോഴും ടൈം എടുക്കുന്നത് എക്സ് ആക്സിസിൽ തന്നെയാണ്. ഏത് ഗ്രാഫ് വരയ്ക്കുമ്പോഴും എക്സ് ആക്സിസ് ടൈം എടുക്കുന്നത് എക്സ് ആക്സിസിലാണ്. ടൈം എന്നും അതിന്റെ യൂണിറ്റായ സെക്കൻഡും നമ്മൾ എക്സ് ആക്സിസിന്റെ നേരെ അടയാളപ്പെടുത്തണം. ടൈം ഇൻ സെക്കൻഡ്സ് ഈസ് അലോങ് എക്സ് ആക്സിസ് എന്നാണ് ഈ ആരോ മാർക്കിന്റെ അർത്ഥം. ഇനി പൊസിഷൻ ആണ് എടുക്കേണ്ടത്. പൊസിഷൻ എടുക്കുന്നത് Y ആക്സിസിലാണ്. അങ്ങനെ പൊസിഷനും ടൈമും ഉപയോഗിച്ച് വരയ്ക്കുന്ന ഗ്രാഫ് ആയതുകൊണ്ടാണ് ഈ ഗ്രാഫിനെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ആക്സിസ് ടൈം എടുത്തു, Y ആക്സിസിൽ എടുക്കേണ്ടത് പൊസിഷൻ ആണ്. പൊസിഷൻ ഇൻ മീറ്റർ എന്നെഴുതി നേരത്തെ ചെയ്തതുപോലെ ഒരു ആരോ മാർക്ക് ഇടുക. ഇനി നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യണം. എക്സിൽ 0 ആയിരിക്കുമ്പോൾ Yയിൽ പൊസിഷനും 0 ആണ്. 0 സെക്കൻഡിൽ പൊസിഷൻ 0 മീറ്റർ ആണ്. അതായത് ജസ്റ്റ് നമ്മൾ മെഷർമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ.
അപ്പോൾ ആദ്യം രണ്ടും 0 ആണ്. രണ്ട് വാല്യൂസും 0 ആയിട്ടുള്ളത് ഒറിജിൻ ആണ്. ഒറിജിനിലാണ് രണ്ട് ആക്സിസിന്റെയും സീറോകൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സിലെ 0യും ഇവിടെയാണ്, വൈയുടെ 0യും ഇവിടെയാണ്. So we can mark 0, 0 at the origin. ഇനി സെക്കൻഡ് വാല്യൂ നോക്കാം. ഫസ്റ്റ് വാല്യൂ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് വാല്യൂ 1, 1. എക്സ് ആക്സിസിൽ ടൈം 1 സെക്കൻഡ് ആയിരിക്കുമ്പോൾ വൈ ആക്സിസിൽ എടുക്കേണ്ടത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ 1 മീറ്റർ ആണ്. ആഫ്റ്റർ 1 സെക്കൻഡ് ദ ബോഡി റീച്ച്ഡ് 1 മീറ്റർ. ഒരു സെക്കൻഡിന് ശേഷം ഒബ്ജക്റ്റ് 1 മീറ്റർ പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത്, 1 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. സോ വി ഹാവ് ടു മാർക്ക് ദീസ് പോയിന്റ്സ് ഇൻ ദ ഗ്രാഫ്. അതിനു വേണ്ടി നമുക്ക് ആദ്യം എക്സിൽ പോയിന്റ്സ് അടയാളപ്പെടുത്തണം. ഓരോ സെന്റിമീറ്ററും ഓരോ സെക്കൻഡായി നമുക്ക് ഗ്രാഫിൽ എഴുതാം. 0, 1, 2, 3 എന്നാണ് ടൈമിന്റെ അളവുകൾ പോകുന്നത്. സോ നമുക്ക് എന്തെടുക്കാം? 0 ഫസ്റ്റത്തെ പോയിന്റ് 1, രണ്ടാമത്തെ 1 സെന്റിമീറ്ററും കൂടി കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു 1 സെന്റിമീറ്റർ കഴിഞ്ഞാലുള്ള സ്ക്വയർ തീരുന്ന സ്ഥലത്ത് 1 എന്നും, അവിടെ അടുത്ത പോയിന്റ് 2, നെക്സ്റ്റ് 1 സെന്റിമീറ്റർ കഴിയുമ്പോൾ 3, നെക്സ്റ്റ് 4, 5. മാർക്ക് ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ ഒരു ബോൾഡ് ലൈൻസ് കാണാനുണ്ട്. ആ ബോൾഡ് ലൈൻസ് ആണ് 1 സെന്റിമീറ്റർ എന്ന് മനസ്സിലാക്കേണ്ടത്. ചെറിയ ചെറിയ ബോൾഡ് അല്ലാത്ത കുഞ്ഞിയ ലൈനുകളെല്ലാം മില്ലിമീറ്ററുകളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് 1 സെന്റിമീറ്റർ. ആ 1 സെന്റിമീറ്ററിനെ നമ്മൾ എടുത്തിട്ടുള്ളത് 1 സെക്കൻഡ്. അടുത്തത് വീണ്ടും 1 സെക്കൻഡ്. അപ്പോൾ ആഫ്റ്റർ 0 മുതൽ 2 വരെ 2 സെന്റിമീറ്ററിനെ ആണ് 2 സെക്കൻഡ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി വൈ ആക്സിസിൽ പൊസിഷൻ എങ്ങനെയാണ് തന്നിട്ടുള്ളത് എന്ന് നോക്കണം. പൊസിഷൻ തന്നിട്ടുള്ളത് 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ തന്നെ വൈ ആക്സിസിലും പോയിന്റ്സ് അടയാളപ്പെടുത്താം. 0 കഴിഞ്ഞു, 1 സെന്റിമീറ്റർ കഴിയുമ്പോൾ 1, അടുത്ത 1 സെന്റിമീറ്ററും കൂടി കഴിയുമ്പോൾ 2, അടുത്ത 1 സെന്റിമീറ്റർ 3, 4, 5, 6, 7 അങ്ങനെ മാർക്ക് ചെയ്യാം. ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ഒറിജിനിൽ നിന്ന് ഓയിൽ നിന്ന് 4 വരെ 4 സെന്റിമീറ്റർ ഉണ്ടായിരിക്കും. ഇനി പോയിന്റ്സ് മാർക്ക് ചെയ്യണം. ആദ്യത്തെ പോയിന്റ് 0, 0 മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി മാർക്ക് ചെയ്യേണ്ടത് 1, 1 ആണ്. ആ ഒരു ലൈൻ മുഴുവൻ, ഈ ഒരു ലൈൻ മുഴുവൻ 1നെയാണ് റെപ്രസെന്റ്. 1 സെക്കൻഡ്, ഇത് 2 സെക്കൻഡ്, ഇത് 3 സെക്കൻഡ്, ഇത് 4 സെക്കൻഡ്, ഇത് 5 സെക്കൻഡ്. അങ്ങനെയാണ് ആ ലൈൻസിന്റെ മീനിങ്. 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ലൈൻ 1നെയാണ് സൂചിപ്പിക്കുന്നത്. 1 സെക്കൻഡ് ആണ് എപ്പോഴും സൂചിപ്പിക്കുന്നത്. അപ്പൊ 1 സെക്കൻഡിൽ പൊസിഷൻ 1 മീറ്റർ ആണ്. 1 മീറ്ററിന്റെ ലൈൻ ഏതാണ്? 1 സെക്കൻഡ് ഇങ്ങനെ പോകുന്നു, ആ ലൈനാണ്. 1 മീറ്റർ വൈ ആക്സിസിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. വൈ ആക്സിസിൽ നിന്ന് വരുന്ന 1ന് നേരെ വരുന്ന ലൈൻ നോക്കുക. ആ രണ്ട് ലൈനുകളും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് 1, 1 എന്ന പോയിന്റ്. ഇപ്പൊ നമ്മൾ 1, 1 എന്ന പോയിന്റ് മാർക്ക് ചെയ്തു. അതായത് 1 സെക്കൻഡ് ടൈമിലുള്ള പൊസിഷൻ 1 മീറ്റർ ആണ് എന്നതാണ് ആ പോയിന്റിന്റെ മീനിങ്. ഇനി 2, 2 ആണ് അടുത്ത പോയിന്റ്. സോ 2 ഇങ്ങനെ പോകുന്നു, 2 മീറ്റർ ഇങ്ങനെ വരുന്നു. രണ്ടും കൂടി കോയിൻസൈഡ് ചെയ്യുന്ന ഭാഗം ആണ് പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. അടുത്തത് 3, 3. 3യുടെ ലൈൻ ഇങ്ങനെ പോകുന്നു, 3 മീറ്ററിന്റെ ലൈൻ ഇങ്ങനെ വരുന്നു. രണ്ടും കൂടി കോയിൻസൈഡ് ചെയ്യുന്ന ഭാഗത്ത് പോയിന്റ് മാർക്ക് ചെയ്യണം. ഇപ്പോൾ 4 പോയിന്റ്സ് ഗ്രാഫിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 3, 3 ലാസ്റ്റ് നമ്മൾ അടയാളപ്പെടുത്തിയത് 3, 3. 3 സെക്കൻഡ് സമയം കൊണ്ട് 3 മീറ്റർ ആണ് പൊസിഷൻ. ഇനി ഈ പോയിന്റ്സ് എല്ലാം ഒരു സ്കെയിൽ ഉപയോഗിച്ച്
ജോയിൻ ചെയ്യണം. അങ്ങനെ ആ പോയിന്റ്സിനെ എല്ലാം സ്കെയിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്താൽ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഇപ്പോൾ 2.5 സെക്കൻഡിൽ എത്രയാണ് പൊസിഷൻ എന്നത് ഗ്രാഫിൽ നിന്ന് നമുക്ക് കണ്ടെത്തി എഴുതാം. 2.5 എന്ന് പറയുന്നത് 2-നും 3-ക്കും ഇടയിലായിട്ടാണ് വരിക. 2-ന്റെയും 3-യുടെയും സെന്ററിലാണ് 2.5 സെക്കൻഡിന്റെ സ്ഥാനം. 2.5 സെക്കൻഡ് എവിടെയാണെന്ന് കണ്ടെത്തിയ ശേഷം നേരെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ, ഒരു ലൈൻ അല്ലെങ്കിൽ ആ ലൈനിന് നേരെ ഗ്രാഫിന്റെ മുകളിൽ ടച്ച് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കുക. 2.5 സെക്കൻഡിന്റെ ലൈൻ ഗ്രാഫുമായിട്ട് ടച്ച് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് കറസ്പോണ്ടിങ് പൊസിഷൻ അറിയാൻ വേണ്ടി y ആക്സിസിലാണ് പൊസിഷൻ കിട്ടുക. അപ്പോൾ y ആക്സിസിന് നേരെ പോകുക. y ആക്സിസിൽ അത് ചെന്ന് മീറ്റ് ചെയ്യുന്ന, ആ ലൈൻ ചെന്ന് മീറ്റ് ചെയ്യുന്നത് എവിടെയാണോ അതായിരിക്കും പൊസിഷൻ, 2.5 സെക്കൻഡിലുള്ള പൊസിഷൻ. സോ 2.5 സെക്കൻഡിൽ നിന്ന് നമ്മളൊരു ലൈൻ വരച്ചു, അത് ഗ്രാഫിൽ ചെന്ന് മീറ്റ് ചെയ്തു. ആ ഗ്രാഫിൽ നിന്ന് ടച്ച് ചെയ്ത പോയിന്റിൽ നിന്ന് y ആക്സിസിന് നേരെ ലൈൻ വരച്ചാൽ y ആക്സിസിൽ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും 2.5 സെക്കൻഡിലുള്ള പൊസിഷൻ. ഇപ്പോൾ ഗ്രാഫിൽ നിന്ന് അത് 2.5 ആണെന്ന് കാണാം. സോ ഏത് ടൈമിലുള്ള പൊസിഷനും നമുക്കൊരു ഗ്രാഫിൽ നിന്ന് കണ്ടെത്തി എഴുതാം എന്നതാണ് ഗ്രാഫിന്റെ ഒരു യൂസ്. ഇനി നമുക്ക് ഈ വാല്യൂസ് ഉപയോഗിച്ച് ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കണം. അതിനുവേണ്ടി തന്ന വാല്യൂസ് ഒന്ന് ശ്രദ്ധിക്കൂ. ടൈമിൽ എടുക്കേണ്ട വാല്യൂസ് ആണ് ഈ ഫസ്റ്റ് റോയിൽ കൊടുത്തിട്ടുള്ളത്. 0, 1, 2, 3, 4, 5, 6 അങ്ങനെയാണ് ആ ആക്സിസിൽ. ടൈം എപ്പോഴും നമ്മൾ എക്സ് ആക്സിസിലാണ് എടുക്കുക. അപ്പൊ എക്സ് ആക്സിസിൽ ഇങ്ങനെ വേണം പോയിന്റ്സ് അടയാളപ്പെടുത്താൻ. ഇനി പൊസിഷൻ എങ്ങനെ തന്നിട്ടുള്ളത്? 0, 2, 4, 6, 8, 10, 12 അങ്ങനെയാ. അപ്പൊ നമുക്ക് നേരത്തെ 1, 2, 3 എടുത്തതിന് പകരം 2, 4, 6 എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എടുക്കാം. 0, 1, 2 ആക്കിയിട്ടും എടുക്കാം. അപ്പൊ ഗ്രാഫ് ഇത്തിരി വലുതായിരിക്കും എന്നേ ഉള്ളൂ. നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഈ രീതി ഒന്ന് സ്കെയിൽ മാറ്റിയിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ 2 ആക്സിസ് വരയ്ക്കുന്നു. 2 ലൈൻസ്, ഇത് y ആക്സിസ് വരച്ചു, ഇവിടെ എക്സ് ആക്സിസ് വരച്ചു, ഇവിടെ എക്സ് ആക്സിസും y ആക്സിസും അടയാളപ്പെടുത്തി. ഇതാണ് ഒറിജിൻ. ഈ പോയിന്റ് 2 ആക്സിസും കൂടി കൂട്ടിമുട്ടിയ ഭാഗം O എന്ന് അടയാളപ്പെടുത്തി. ഇനി എക്സ് ആക്സിസിൽ എന്താ എടുക്കേണ്ടത്? ടൈം ആണ്. ടൈം മാത്രം എഴുതിയാൽ പോരാ, യൂണിറ്റും കൂടി എഴുതണം. അതുപോലെ y ആക്സിസിൽ പൊസിഷൻ ആണ്. പൊസിഷന്റെ യൂണിറ്റും എഴുതണം, മീറ്റർ. ഇപ്പൊ നമ്മൾ എന്തൊക്കെ എടുക്കുന്നു എന്നുള്ളതൊക്കെ എഴുതി. ഇനി നമുക്ക് എക്സില് എന്ത് അടിസ്ഥാനത്തില ഒരു സെന്റിമീറ്റർ എത്ര വീതം എടുക്കുന്നു എന്ന് മാർക്ക് ചെയ്യണം. ഇവിടെ 0, 1, 2, 3, 4 അങ്ങനെയാണ് പോയിന്റ്സ് പോകുന്നത്. അപ്പൊ നമുക്ക് നേരത്തെ പോലെ തന്നെ ഓരോ സെന്റിമീറ്ററിനും ഇത് 1 യൂണിറ്റ് ആയിട്ട്, അതായത് 1 സെക്കൻഡ് വീതം. 1 സെന്റിമീറ്റർ 1 സെക്കൻഡ്. അപ്പൊ ഇത് 1 സെക്കൻഡ്, ഇത് 2, 3, അടുത്ത സെന്റിമീറ്റർ 4, അടുത്ത 1 സെന്റിമീറ്ററും കൂടി ആവുമ്പോൾ 5, 6 അങ്ങനെ മാർക്ക് ചെയ്യാം. ഇനി y ആക്സിസിൽ 0, 2, 4, 6, 8, 10, 12 ആണല്ലോ. അപ്പൊ നമുക്ക് 2, 4, 6, 8, 10, 12, 14. ഇപ്പൊ നമ്മൾ ഏത് സ്കെയിലാ സ്വീകരിച്ചിട്ടുള്ളത്? 1 സെന്റിമീറ്റർ 2 മീറ്റർ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതായത് ഓരോ സെന്റിമീറ്റർ കൂടുമ്പോഴും 2 വീതം ആഡ് ചെയ്ത് വരും. ഇപ്പൊ 1 സെന്റിമീറ്റർ 2 മീറ്റർ ആണ്. വീണ്ടും 1 സെന്റിമീറ്റർ കൂടി കഴിയുമ്പോൾ 4 മീറ്റർ ആയി. അപ്പൊ ഇതിലിപ്പോ 1 മീറ്റർ എന്നുള്ളത് എവിടെയാവും വരിക? 0 മുതൽ ഇതുവരെ 1 സെന്റിമീറ്ററിൽ 2 മീറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ 1 സെന്റിമീറ്ററിന്റെ പകുതിയിലാവില്ലേ 1 മീറ്റർ ഉണ്ടാവുക? അതായത് ഈ നടുവിലുള്ള ഈ വര, 5th ചെറിയ വര അല്ലെ, ഈ 1 സെന്റിമീറ്ററിനുള്ളിൽ ചെറിയ 10 വരകളുണ്ട്. ഈ 10 ലൈൻസ് ഉണ്ട്. നമ്മൾ സ്കെയിലില് മില്ലിമീറ്റർ മാർക്ക് ചെയ്യുന്ന മാതിരി ഇവിടെ മില്ലിമീറ്റർ കാണിച്ചിട്ടുണ്ട്. അതില് 5ാമത്തെ വരയായിരിക്കും എന്ത്? 1 മീറ്റർ അല്ലെ. അപ്പൊ 0 മുതൽ 2 വരെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 1 ആണ് നമുക്ക് നോക്കേണ്ടതെങ്കിൽ ഇവിടെ വരും 1. ഇവിടെ എത്രയായിരിക്കും? 3 ആവും. അതുപോലെ ഇവിടെ 5 ആവും.
അങ്ങനെ അങ്ങനെ നമുക്കിത് നോക്കി ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. 0 0 0 0 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്, ഒറിജിൻ ആണ്. ഇനി 1 2 ടൈം 1 ഇതാണ്. ടൈം 1 ആവുമ്പം 2 ആണ് പൊസിഷൻ. അപ്പൊ ടൈമിന്റെ 1 ഇങ്ങനെ പോകുന്നു മുകളിലേക്ക്, പൊസിഷന്റെ 2 ഇങ്ങനെ വരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നത് ഇതിന്റെ 1ഉം ഇതിന്റെ 2ഉം കൂടി കൂട്ടിമുട്ടുന്നത് ഇവിടെ വെച്ചാണ്. അപ്പൊ പോയിന്റ് മാർക്ക് ചെയ്തു. അടുത്തത് 2 സെക്കൻഡിൽ 4 മീറ്റർ. അപ്പൊ 2 സെക്കൻഡിനെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ലൈനാണ്. അപ്പൊ 4 മീറ്ററിനെ സൂചിപ്പിക്കുന്നത് ഇതാണ്. അപ്പൊ ഇതിന്റെ 2 ഇങ്ങനെ പോകുന്നു, ഇതിന്റെ 4 ഇങ്ങനെ വരുന്നു. അപ്പൊ രണ്ടും കൂടി ഇവിടെ വെച്ച് കൂട്ടിമുട്ടി. ഇനി 3 ആവുമ്പം 6. അപ്പൊ 3യുടെ ലൈൻ ഇങ്ങനെ പോകുന്നു, 6ന്റെ ലൈൻ ഇങ്ങനെ വരുന്നു. അപ്പൊ വീണ്ടും നമുക്ക് ഇവിടെ 6 3 6 3 6. അടുത്തത് നമ്മൾ എപ്പോഴും എക്സിൽ അടയാളപ്പെടുത്തുക. എക്സ് വൈ എന്നുള്ള ആ ക്രമത്തിലാണ് നമ്മൾ പോയിന്റ്സ് അടയാളപ്പെടുത്തുക. ആദ്യം എക്സിന്റെ എടുക്കുക, പിന്നെ നേരെ വൈയുടെയും നോക്കുക, രണ്ടും കൂടി കൂട്ടിമുട്ടുന്നത് എവിടെയും നോക്കുക. അടുത്ത വാല്യൂ 4 ആണ്. 4ന് 8. 4 ഇവിടുന്ന് എങ്ങനെ പോകുന്നുണ്ട്, 8 ഇവിടുന്ന് വരുന്നുണ്ട്. ഈ പോയിന്റ് ആയിരിക്കും 4 8 എന്ന് പറയുന്നത്. അടുത്തത് 5ന് 10. അപ്പൊ 5 ഇതാണ് 5ന്റെ ലൈൻ, 10ന്റെ ലൈൻ ഇതാണ്. രണ്ടും കൂടി കൂട്ടിമുട്ടുന്നത് ഇവിടെ വെച്ച്. അടുത്തത് 6ന്റെ 12. 6 ഇങ്ങനെ പോകുന്നു, 12 ഇങ്ങനെ വരുന്നു. രണ്ടും കൂടി ഇവിടെ വെച്ച് മീറ്റ് ചെയ്തു. ഇതെന്ത് ചെയ്യാം, നമുക്ക് ഈ പോയിന്റ്സ് എല്ലാം കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്യാം. ഈ എല്ലാ അടുത്തടുത്തുള്ള പോയിന്റ്സും തമ്മിൽ ബന്ധിപ്പിക്കുക. ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ്, പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സ്കെയിൽ എഴുതണം അല്ലെ. സ്കെയിൽ എങ്ങനെ എഴുതുക, സ്കെയിൽ ഓൺ എക്സ് ആക്സിസ്. എക്സില് എന്താ ഉള്ളത്, 1 സെന്റിമീറ്റർ എന്നുള്ളത് എത്ര എടുത്തിട്ടുള്ളത്, 1 സെന്റിമീറ്റർ. ഓരോ സെന്റിമീറ്ററും എത്ര വീതം എടുത്തിട്ടുള്ളത്, 1 സെക്കൻഡ് അല്ലെ. ടൈം അല്ലേ എടുത്തിട്ടുള്ളത്. അപ്പൊ 1 സെക്കൻഡ് വീതമല്ലേ ഓരോ തവണ നമ്മൾ കൂട്ടി എഴുതിയിട്ടുള്ളത്. സോ 1 സെന്റിമീറ്റർ ഈസ് 1 സെക്കൻഡ്. ഓൺ വൈ ആക്സിസ്, ഈ ആക്സിസിൽ എങ്ങനെയാണ് സ്കെയില്, 1 സെന്റിമീറ്ററിന് എത്രയായിട്ട് എടുത്തുള്ളത്, ഓരോ സെന്റിമീറ്റർ 2 വീതം എടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ 2 എന്താണ്, മീറ്റർ ആണ്. അപ്പൊ 2 മീറ്റർ വീതമാണ് ഓരോ സെന്റിമീറ്ററിനെയും നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഈ വരച്ച ഗ്രാഫിന്റെ സ്കെയിൽ. അപ്പൊ ഇതുപോലെ ഗ്രാഫ് ബുക്കിൽ എല്ലാവരും വരയ്ക്കുക.